ഇവിടെ ഒരു അച്ഛനും മകനും ഒറ്റക്കാണുള്ളത്. ഇവൻ എവിടേക്ക് ജോലിക്ക് പോയാലും നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് എപ്പോഴും പയ്യനെ കൂട്ടിക്കൊണ്ടുപോകും. ആക്ച്വലി ഈ പയ്യൻ ജനിച്ച അടുത്ത ദിവസം തന്നെ വൈഫ് ഇട്ടേച്ച് പോയതാണ്. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം ഇവൻക്കൊരു അസുഖം വന്നു. പോയി ചെക്ക് ചെയ്തപ്പോൾ ഇവൻ ഇനിയും കുറച്ചു കാലം മാത്രമേ ജീവനോടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഇവൻ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല ഫാമിലിയിൽ മകനെ വളർത്താൻ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തു. ആ തീരുമാനം അവൻക്ക് നല്ല കഷ്ടമായിരുന്നാലും മകന്റെ ഫ്യൂച്ചറിന് വേണ്ടി അത് ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. അത് മാത്രമല്ല, ഈ പയ്യൻ ജനിച്ചത് മുതൽ അച്ഛൻ അമ്മ എന്നുള്ള രണ്ടുപേരുടെയും ഒപ്പമുള്ള ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. സോ ആ രണ്ടുപേരുമുള്ള ഫാമിലിയിൽ മാത്രമേ കൊടുക്കൂ എന്ന് വാശിയിലാണുള്ളത്. എന്നാൽ ഇവൻ ഫസ്റ്റ് അന്വേഷിച്ചു പോയ ഫാമിലിയുടെ അടുത്ത് കുറെ ക്യാഷും പണവും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ പയ്യന്റെ കൂടെ സംസാരിക്കാൻ പോലും അവർക്ക് നേരമില്ല എന്ന് അവന് മനസ്സിലായി. സോ അടുത്തതായി വേറൊരു ഫാമിലിയെ കണ്ടു. അവരുടെ വീട്ടിൽ കുറെ നാട്ടിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട്. സോ ഇവനെ അവിടെ നിർത്തിയാൽ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പേടിച്ചു. മൂന്നാമതായി പോയ സ്ഥലത്ത് ഒരേ ഒരു ലേഡി മാത്രമാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അവളുടെ കുട്ടി മരിച്ചതുകൊണ്ട് ആരെങ്കിലും ദത്തെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇവനെ കണ്ടതും ഇവനോട് നല്ല സ്നേഹത്തോടെ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ പുറത്തു വന്നതും പയ്യന്റെ അടുത്ത് ഏത് ഫാമിലിയെയാണ് ഇഷ്ടമായതെന്ന് ചോദിച്ചു. എന്നാൽ അവൻ എന്റെ അച്ഛന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. സോ ഉള്ള ടൈമിൽ അവന്റെ കൂടെ തന്നെ നിന്ന് സന്തോഷമായി വെച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഇവന്റെ കണ്ടീഷൻ നല്ല മോശമായി. സോ വേറെ വഴിയില്ലാതെ ആ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ലേഡിയാണ് സേഫ് എന്ന് തീരുമാനിച്ച് അവളുടെ അടുത്ത് അവനെ ഏൽപ്പിച്ചു.